നമസ്കാരം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച കരാറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം. ഫെബ്രുവരി 13 ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഗവൺമെന്റുകളിലെ ഉന്നതതല സംഘങ്ങളുടെ സന്ദർശനത്തിനിടെയായിരുന്നു ഈ പ്രത്യേക ഇടനാഴി കരാർ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക, തുറമുഖ, നാവിക, ലോജിസ്റ്റിക് മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ ബന്ധം ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ തന്നെയാണ് കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചെങ്കടലിലെയും ഗാസ മേഖലകളിലും ഒക്കെ സംഘർഷങ്ങൾ സമാധാന അന്തരീക്ഷത്തിന് ചെറിയൊരു ഉത്കണ്ഠ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും UAE ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനമെടുത്തത്. ഏറെക്കാലമായി സ്വപ്നമായി തുടർന്നിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും നിഷേധിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ വാണിജ്യ ബന്ധമാണ് ഈ ഇടനാഴിയിലൂടെ ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നേരത്തെ ഇറാനും പാകിസ്ഥാനും വഴിമുടക്കിയത് കാരണമാണ് ഇതുവഴിയുള്ള വാണിജ്യ നീക്കം നമുക്ക് സാധിക്കാതെ പോയത്. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും അനുമതി കൂടാതെ തന്നെ പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കും എത്താൻ ഇന്തോ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വഴിയൊരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യക്കുണ്ടായിരിക്കുന്ന ഒരു നേട്ടം വളരെ വലുതാണ്. ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്തായാലും ലോക രാജ്യങ്ങളെമ്പാടും വലിയ അഭിനന്ദനം കൂടി ഇന്ത്യയെ അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.